ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇന്ന് നമ്മളെ കൈക്കിലുള്ളത് നത്തിങ്ങിൻ്റെ ഹെഡ്ഫോൺ പ്രോ ആണ്. ഇതിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. നിങ്ങൾ കണ്ട പോലെ വൈ യു ഷുഡ് ചൂസ് ദിസ് അഫോർഡബിൾ എന്ന് പറയാനുള്ള കാരണമൊക്കെ നമുക്കിതിൽ പറയാനുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഷോ. ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ നല്ല ഡിസൈനാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ, CMF by നത്തിങ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ടൈലേഡ് ഓഡിയോ വിത്ത് അഡാപ്റ്റീവ് ആൻഡ് പ്രൊഫഷണൽ സൗണ്ട് ആൻഡ് സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ടാണ്. LDAC ഉണ്ട്. 40mm ഡ്രൈവർ ആണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ഇനിഷ്യേറ്റീവ് എക്സ്പ്രഷൻ ഡിസൈൻ, ടാക്ടൈൽ കൺട്രോൾസ്, റിമൂവബിൾ ഇയർ, ഇൻറ്റ്യൂറ്റീവ് ആൻഡ് എക്സ്പ്രഷൻ ഡിസൈൻ എന്തുവാടെ, അതായത് കുഷ്യൻസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അൾട്രാ ലോങ് ബാറ്ററി, 100 hours ഓഫ് ബാറ്ററി, ഇതൊക്കെ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പെട്ടിമേൽ കാര്യമായിട്ട് എഴുതിയിട്ടുള്ളത്. പെട്ടി ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിൻ്റെ സാധനം നമ്മൾ പുറത്തേക്ക് എടുത്തേക്കുന്നത്. ഇതിൽ പിന്നെ വേറെ ഞങ്ങൾക്കൊരു മാനുവൽ കാർഡ് കിട്ടും. മാനുവൽ കാർഡ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പൗച്ച് ഉണ്ട്. അതേപോലെ ഇതിൻ്റെ കൂടെ വരുന്ന ഓക്സ് കേബിൾ ഉണ്ട്. പിന്നെ ഓക്സ് കേബിള് വിത്ത് ഒരു QR കോഡിൻ്റെ ഒരു സാധനമൊക്കെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതാണ് പെട്ടിക്കകത്തുള്ളത്. പണ്ട് ആപ്പിളിൻ്റെ ഹെഡ്സെറ്റ് ഇറങ്ങിയപ്പോൾ അന്ന് ഭയങ്കര പൂതിയായിരുന്നു ആ ഒരു സാധനം വാങ്ങാൻ. അതിൻ്റെ ഒരു ലുക്ക് കൊണ്ടാണ് കാര്യമായിട്ട്. എൻ്റെ ഓഡിയോ ഡെഫിനേഷൻ അല്ലെങ്കിൽ റെസൊല്യൂഷൻ നോക്കിയിട്ടില്ല, ആ ഒരു ലുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കഴുത്തിട്ട് പോകുമ്പോൾ ഒരു സ്റ്റൺ ലുക്കല്ലേ, അതിന് വേണ്ടിയിട്ട് അത് ഭയങ്കര ആഗ്രഹം. പക്ഷേ അതേപോലെ ഒരു ഫീല് തരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ നത്തിങ് ഇറക്കിയിട്ടുള്ള ഈ ഹെഡ്ഫോൺ പ്രോ എന്ന് പറയുന്ന സാധനം. ഒരു അടിപൊളി ഐറ്റം. ഇതിൻ്റെ ഡിസൈൻ തന്നെ എല്ലാ രസമവിടെ കാണാൻ. ഞാൻ ആദ്യം നോക്കിയത് ഇതിൻ്റെ ഡിസൈനാണ്. പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് റിവ്യൂ ചെയ്യാൻ തന്നതാണ്. ഈ കളർ എടുക്കുന്നതുകൊണ്ട് ഞാൻ വലിയ യോജിപ്പൊന്നുമില്ല. ബിക്കോസ് ഓഫ് കോഴ്സ് നമുക്ക് ഈ സാധനം മാറ്റാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു കുഷ്യൻ മാറ്റാൻ പറ്റും. നമുക്കത് വേറെ റെഡോ ബ്ലാക്കോ ഒക്കെ ഇടാൻ പറ്റും. അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷെ അതിന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 2000 rupees എങ്ങാനും ഉണ്ടെന്ന്. സോ അപ്പോൾ അത് ആണ് ആദ്യം ഹെഡ്സെറ്റ് ഓവർ ദി ഹെഡ് സാധനത്തിൽ കേട് വരുന്നൊരു സാധനം. അത് നമുക്ക് മാറ്റാൻ പറ്റും. സോ അത് വലിയൊരു വിഷയമാവില്ല. പക്ഷേ ഈ സാധനം അത് കളർ പോകും. അപ്പോൾ ഗൈസ്, ഡിസൈൻ വൈസ് വരുമ്പോൾ നമുക്ക് റൈറ്റ് ലെഫ്റ്റ് എഴുതിയിട്ടുണ്ട് ഉള്ളിൽ. പിന്നെ ഉള്ളതാണ് ഈ സാധനം വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. പിന്നെ നമുക്ക് ഇവിടെ മൈക്ക് വരുന്നുണ്ട്. രണ്ടിടത്തും മൈക്ക് വരുന്നുണ്ട്. ടോട്ടൽ നമുക്ക് 3 മൈക്കാണ് വരുന്നത്. 2 സൈഡിലും നമുക്ക് CMF by നത്തിങ് എന്നുള്ളൊരു എൻഗ്രേവിങ്ങും കാണാൻ പറ്റും. ബാസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ സാധനമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഓൺ ആൻഡ് ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. AUX കുത്താനുള്ള സാധനം വരുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് വരുന്നത് ഈ ഒരു സാധനം. ഈ സാധനമാണ് ഇതിൽ ഏറ്റവും ലൈക്കായിട്ടുള്ള ഒരു സാധനം. ബിക്കോസ് ഇതിനൊരു ഫീല് കണ്ടത് നിങ്ങൾ. ഇത് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. പൗസ് ആൻഡ് പ്ലേ നിൽക്കാൻ പറ്റും ഇതിൽ. ഇത് ബട്ടൺ നിൽക്കിയാൽ കേൾക്കുന്നുണ്ടോ? ആ ഒച്ച ടിക് 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 കേൾക്കുന്നുണ്ടോ? പൊളിയല്ലേ? ഇത് ഭയങ്കര ഫീല്, അടിപൊളി ഫീല് ഈ സാധനം. ലവ് ദിസ് മാൻ. ഓൾസോ പിന്നെ നമുക്ക് ടൈപ്പ് സിൻ്റെ ഒരു പോർട്ടാണ് വരുന്നത്. AI ഏജൻറ്റിനെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഡിസൈൻ വൈസിൽ വരുന്നത്. കറക്റ്റായിട്ട് എക്സാക്റ്റായിട്ട് നിങ്ങൾ പറയും. ഫസ്റ്റ് ലുക്കിൽ നിങ്ങൾക്ക് ഈ ലുക്ക് ഇംപ്രസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ? അത് കമ്പൽസറി ആയിട്ട് കാണണം. നിങ്ങൾ പറയണം പ്ലീസ്. ഐ ലവ് ദിസ് ഡിസൈൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉള്ളത് പറയാലോ, മൊത്തം അടിപൊളി സാധനം. ഇത് കഴുത്തിലൊക്കെ ഇടാൻ എന്നാ ഒരു ഫീലാടാ. നമുക്ക് പുറത്തുള്ള വീഡിയോ ഞാൻ അയച്ചുതരാം. സോ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലുക്കാണ് കിട്ടുക. സെറ്റല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ, 100 hours പ്ലേ ബാക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുകയാണെങ്കിൽ 40 dB വരെയാണ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നത്. ഭയങ്കര വലിയ നോയ്സ് ക്യാൻസലേഷൻ ഒന്നും അല്ലെങ്കിലും നമ്മൾ റൂമിൽ ഫാനൊക്കെ ഇട്ടിട്ടും ചെറുതായിട്ട് ഫാനൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ പാട്ട് കേൾക്കുമ്പോൾ അത് വലിയ ഇഷ്യൂ ആയിട്ടൊന്നും വരില്ല. വേരിയേഷൻ ചെയ്യും. ഒരു 50 മുതൽ 60, 70 ആ ലെവലിലൊക്കെ നിങ്ങൾക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ട് കിട്ടുള്ളൂ. എന്നാലും ഇറ്റ്സ് വെരി വെരി ബെറ്റർ ദാൻ അതേഴ്സ്. പിന്നെ ഹൈ റെസൊല്യൂഷൻ LDAC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. LDAC എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിങ്ങൾക്ക്? കുറേ നിങ്ങൾ കേൾക്കലുണ്ടല്ലേ LDAC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, LDAC അത് ഇത്. അതെന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? നോർമലി സോണി പുറത്തിറക്കിയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് ഹിയറിംഗ് സിസ്റ്റമാണത്.
സാധാരണ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ SPC സ്റ്റാൻഡേർഡ് ബ്ലൂടൂത്ത് കോഡക് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലാണ് ഉണ്ടാവുക. അത് 328 kbps അങ്ങനെ എന്തോ ഒരു റേഞ്ചിലാണ് അത് പോവുക. പക്ഷെ LDAC ആയിട്ട് വരുമ്പോൾ 990 kbps റേഞ്ചിലെങ്ങാനും ഇത് ട്രാൻസ്മിഷൻ നടക്കും. ഓൾസോ നോർമലി LDAC സപ്പോർട്ട് ചെയ്യുന്നത് ആൻഡ്രോയിഡിലാണ്. ഓപ്പൺ സോഴ്സിന് വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണ്. അതും ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളത് ഓൺ ആക്കണം, നിങ്ങളെ ഫോണിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് നോക്കണം. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കാൻ അറിയില്ലേ, അതിൽ പോയിട്ട് ഓൺ ആക്കിയാലേ LDAC നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ LDAC ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അതെന്താണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അതിനു വേണ്ടി പറഞ്ഞതാണ്. ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടാവും ഫോണിൽ ഏറ്റവും അടിയിൽ. അതിൽ അടിയിൽ പോയാൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഓഡിയോ കോഡക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കാണാം SPC AAC. ഇതൊക്കെയാണ് നോർമൽ മോഡ്. പക്ഷേ ഏകദേശം നമ്മുടെ വൈഡ് ഹെഡ്സെറ്റിനോട് സാമ്യമുള്ള രൂപത്തിലാണ് LDAC ഹൈ റെസൊല്യൂഷൻ ഓഡിയോ എന്നുള്ള മോഡലിൽ നമ്മൾ ഓൺ ആക്കിയിട്ടാൽ നമുക്ക് കിട്ടുക. അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഡെവലപ്പർ ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയാണ് നമ്മളെ മെയിൻ പാർട്ടിലേക്ക് കടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫോണ് കണക്ട് ചെയ്താൽ ആണ് ഇതിൻ്റെ മെയിൻ കളികളുള്ളത്. നത്തിങ് എക്സ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളിത് കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിൽ ഓപ്ഷൻ വരുന്നത് നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു ബാറാണ് ഫസ്റ്റ് കാണാം. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ പറഞ്ഞ പോലെ കുറേ വലിയ 40 dB നോയ്സ് ക്യാൻസലേഷൻ ആണ് വരുന്നത്. വലിയ സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം ഓക്കെയാണ് സാധനം. പക്ഷേ കമ്പയർ ടു അതർ സാധനം നിങ്ങൾക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. സ്പേഷ്യൽ ഓഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, ആ ഒരു തിയേറ്ററിക് എക്സ്പീരിയൻസ് പോലത്തെ സാധനം തരുന്ന. അതിൽ 2 മോഡുണ്ട്. ഒന്ന് നമുക്ക് സിനി മോഡ് ഉണ്ട്, കോൺസെർട്ട് മോഡും ഉണ്ട്. ഓക്കെ, പേഴ്സണൽ സൗണ്ട് പ്രൊഫൈൽ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും അവർ കുറച്ച് ടോണൊക്കെ തന്നിട്ട് അതിനനുസരിച്ച് പേഴ്സണൽ സൗണ്ട് പ്രൊഫൈൽ സെറ്റ് ചെയ്യുക. ഈക്വലൈസർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 5 പ്രീസെറ്റും പിന്നെ ഒരു കസ്റ്റം സെറ്റപ്പും ആണ് അതിലുള്ളത്. പിന്നെ കൺട്രോൾസ് നിങ്ങൾക്ക് മാറ്റാനുള്ളത് ഇവിടെയുള്ള സ്വിച്ചും ഈ ഒരു പിന്നെ ബാസിന്റെ അപ്പ് ആൻഡ് ഡൗൺ സിസ്റ്റം ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് ലോ ലാഗ് മോഡാണ്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ലോ ലാഗ് മോഡ് ഉണ്ട്. ഡുവൽ കണക്ഷൻ സെറ്റപ്പ് ഉണ്ട്. ഡിവൈസ് സെറ്റിംഗ്സ് എബൌട്ട് ആണ്. ഇതാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇതിൻ്റെ ഒരു ഫീല്, ഇത് തരുന്നൊരു ഫീല് പാട്ട് കേൾക്കാനൊക്കെ അടിപൊളി. സാധാരണ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഹെഡ്സെറ്റ് ഇട്ടാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ ചെവിൻ്റെ ഈ ഭാഗം വേദന ആവുന്നുള്ളത്. ലോങ് ഹവേഴ്സ് കുറച്ച് ഞാൻ യൂസ് ചെയ്ത്, പക്ഷെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇതിലില്ല കേട്ടോ. ആൻഡ് ഞാൻ ഇതിൻ്റെ പാട്ടിൻ്റെ സീന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ അത് പറയണം ഞാൻ ഏത് പാട്ടാണ് കേൾക്കുന്നുള്ളത്. കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റില്ല പറയും. മനസ്സിലായോ? പുറിഞ്ചിരിച്ച. അപ്പോൾ ഇതിൻ്റെ ഒരു സാധനം ക്വാളിറ്റി സോസോ കൊണ്ടുപോയി നിങ്ങൾ ട്രാവലിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പൊളിയായിരിക്കും. ഈ കളർ മാത്രമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. ബാക്കി ഓൾ എൽസ് ഐ റെക്കമെൻഡ് യു ടു ഗൈസ്. இந்த ஒரு ஹெட்செட் கொடுக்குற ஃபீல் இருக்குள்ள மச்சா, പൊളി വൈബ്. അത് എന്തുകൊണ്ടാണ് ഞാൻ അഫോർഡബിൾ എന്ന് പറയാൻ കാരണം 500 അല്ലെങ്കിൽ 6 റുപ്യൊന്നും അഫോർഡബിൾ അല്ല. അതിനോ എനിക്കറിയാതെ I am the same level bro, but comparing to load other headset നിങ്ങൾക്ക് പൈസ ഒരു 2-3 റുപ്യ കൊടുത്തുകൊണ്ട് വാല്യൂ ഇല്ലാതെ പോകണം അല്ലെങ്കിൽ ടിയർ ക്വാളിറ്റി ഇല്ലാത്ത സാധനം വാങ്ങുന്നതിനേക്കാളും ബെസ്റ്റ് നിങ്ങൾ 6 റുപ്യേൻ്റെ ഒരു സാധനം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും പ്ലസ് ബാക്കി കമ്പാരിറ്റീവ്ലി ഹൈ എൻഡഡ് വേർഷൻസിനായിട്ട് കമ്പയർ ചെയ്യാൻ കുറച്ചെങ്കിലും പറ്റിയിട്ടുള്ള ഒരു സാധനം എന്നുള്ള നിലക്കാണ് നത്തിങ്ങിൻ്റെ ഹെഡ്ഫോൺ പ്രോ എന്ന് പറയുന്ന CMF by നത്തിങ്ങിൻ്റെ ഈ ഒരു സാധനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ്. ഇതിൽ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഓഫറിന് കിട്ടും. ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ ഓഫറൊക്കെ വരാണ്ട് അതിലേക്ക് എന്തായാലും നല്ല ഓഫർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിഗാർഡിങ് ദീസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ചോദിക്കണം. ഡെഫിനറ്റ്ലി ഞാനത് ക്ലിയർ ചെയ്ത് തരും. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഈ സാധനം നമുക്ക് ഗിവ് അവേ ആയിട്ട് കൊടുക്കാം. ഇഫ് ദിസ് വീഡിയോ ഒക്കെ ഒരു 50K ലൈക്ക് ഒരു 300K പ്ലസ് വ്യൂസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഗിവ് അവേ കൊടുക്കുക. അത് വെറുതെ പറയുന്നതല്ല, ഇതൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാവാണ്. ഒരു കരിയറായിട്ട് ഐ എം ഡ്രീംഡ് ഓഫ് ദാറ്റ്. ഇതൊരു കരിയർ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ലെവലാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും നോക്കേണ്ടതില്ല. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ.
See you next time. Bye. இந்த லெவல் போதுமா, இன்னும் கொஞ்சம் വേണുമാ, இந்த ലെവൽ പോതുമാ, இன்னுം கொஞ்சம் വേണുമാ. പൊളിയല്ലേ സാധനം, പൊളിയല്ലേ?